ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ദുഃഖ വാർത്തയുമായിട്ടാണ്. വയനാട് ഉരുൾപൊട്ടൽ. കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ. ചുരൽമലയിൽ വൻ ഉരുൾപൊട്ടലാണ് നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി ഉറങ്ങിക്കിടന്നു. രാവിലെ എണീച്ചപ്പോൾ ഈ മഴയത്ത് വീടുകളും ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കുകയും ചെയ്തു. ഇപ്പോൾ വൈകുന്നേരം നമുക്കറിയാൻ കഴിഞ്ഞത് 119 ആളുകൾ മരിച്ചെന്നാണ്. അതിൽ 48 വരെ തിരിച്ചറിഞ്ഞു. ബാക്കിയുള്ളവരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. അതുപോയിട്ട് നല്ലൊരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അവിടെ ജീവനോടെ നിൽക്കുന്നവരെ എങ്ങനെയെങ്കിലും അവർ ഇപ്പുറത്ത് ഈ സേഫ് സോണിലേക്ക് എത്തിക്കാനാണ് അവർ നോക്കുന്നത്. നല്ല പോലെ ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ഇതിൻ്റെ 4-1 രക്ഷാപ്രവർത്തനം അർജുനു വേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അർജുനെ എന്നേ കണ്ടെത്താമായിരുന്നു. ഇപ്പോഴും അവിടെ മഴ കുറയുന്നില്ല. നല്ല ശക്തിയായിട്ടാണ് ഈ ചുരൽമലയിലൊക്കെ മഴ പെയ്യുന്നത്. പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി 1 കോടി രൂപയോളം കേരളത്തിന് ധനസഹായ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കേരള മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞു. അവരെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വീണ്ടും ഒരിക്കൽ കൂടെ ഇവിടെ എത്തി കൂടുതൽ ശ്രദ്ധ വേണ്ട ആളുകളെ എയർലിഫ്റ്റ് ചെയ്യുമോ എന്ന് ഈ ഘട്ടത്തിൽ അറിയില്ല. എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മലയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ 300ഓളം ആൾക്കാർ അകപ്പെട്ടിരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിൽ മലയാളികൾ മാത്രമല്ല വിദേശികളും ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അവരുടെ ദൗത്യം എന്ന് വെച്ചാൽ ആ റെസ്റ്റോറൻറ്റിലുള്ള ആളുകളെ എങ്ങനെയെങ്കിലും സേഫ് സോണിലാക്കാനാണ് അവർ നോക്കുന്നത്.